ഈ അടുത്ത കാലത്ത് പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ ഇടയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രണയഭ്രാന്ത് എന്ന് പറയുന്നത്, അഥവാ ലിമറൻസ്. അഗാധമായ അഭിനിവേശം, തീവ്രമായ മോഹം, ഇതിനെയാണ് പ്രണയഭ്രാന്ത് എന്ന് പറയുന്നത്. ഇത് സാധാരണ പ്രണയത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. കാരണം ഇതിൽ മറ്റുള്ളവരുടെ ക്ഷേമത്തെക്കുറിച്ചുള്ള ശ്രദ്ധ കുറവായിരിക്കും. പകരം ആ വ്യക്തിയെക്കുറിച്ചുള്ളതായ ചിന്തകളിലും ഫാൻറ്റസികളിലും മുഴുകിയിരിക്കും. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്വയ ആസക്തിയുടെ അവസ്ഥയാണ്. അതായത് മറ്റൊരാളെക്കുറിച്ചുള്ളതായ ചിന്തകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അവിടെ പ്രതിബദ്ധതയുടെ അഭാവം ഈ അവസ്ഥയിൽ നമുക്ക് നന്നായി കാണുവാൻ കഴിയും. അതായത് അടുത്ത കാലത്തുണ്ടായതായ സംഭവ വികാസങ്ങൾ പഠിപ്പിക്കുന്നത് ഇതിൽ പ്രതിബദ്ധത വളരെ കുറവാണ് എന്നുള്ളതാണ്. എന്നാൽ ദൈവവചനം സ്നേഹത്തെപ്പറ്റി എന്താണ് പറയുന്നത്? 1 കൊരിന്ത്യരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു എന്ന് ഒരു വളരെ നല്ല ഒരു നിർവചനം സ്നേഹത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച് ഈ തിരുവചന ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ സാത്താൻ പലപ്പോഴും പ്രണയത്തെ പ്രണയഭ്രാന്തിയിലേക്ക് നയിച്ച് അതിലൂടെ സാത്താൻ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? വ്യക്തികളുടെ ജീവിതത്തെ തകർത്തു കളയുവാനായിട്ട് ശ്രമിക്കുന്നു. ഇത് പൊതുവിൽ ഉള്ളതായ ഒരു സംഭവമാണെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവവചനപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ളതായ അവസ്ഥയിൽ വീണുപോയാൽ അവരെ എങ്ങനെ മടക്കിക്കൊണ്ടുവരുവാൻ കഴിയും എന്ന് തിരുവചന അടിസ്ഥാനത്തിൽ ഒന്ന് വ്യക്തമാക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ദൈവജനത്തോടാണ്, അല്ലെങ്കിൽ ഇത്തരം പരിസ്ഥിതി സ്ഥിതികളിൽ വീണുപോയ ക്രിസ്തു മക്കളോടാണ് എനിക്കിന്ന് പകൽക്കാലം സംസാരിക്കുവാനായിട്ട് താല്പര്യം. പ്രത്യേകിച്ച് നാം ഒരു കാര്യം മനസ്സിലാക്കുക. സാത്താൻ്റെ ഈ അഭിനിവേശത്തിൽ ദൈവമക്കൾ വീണുപോയാൽ അവരെ എങ്ങനെ മടക്കി കൊണ്ടുവരുവാൻ കഴിയും എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ നല്ലതാണ്. പൊതുവിൽ യുവാക്കന്മാരെ കാർന്നു തിന്നുന്നതായ ഈ കുറ്റവാളി അല്ലെങ്കിൽ കുറ്റകൃത്യ സ്വഭാവം അവരെ വേണ്ടുന്നതായ നിർദ്ദേശങ്ങൾ കൊടുത്ത് മടക്കി കൊണ്ടുവരുവാൻ മാതാപിതാക്കന്മാരും സമൂഹവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പ്രക്രിയ ഒരു വിശ്വാസിയിൽ സംഭവിച്ച ദൈവമക്കളേക്ക് വിരോധമായിട്ട് സാത്താൻ ഈ പ്രണയഭ്രാന്തിനെ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. തീവ്രമായ മോഹം അഥവാ പ്രണയഭ്രാന്ത് എന്ന് പറയുന്നത് ദൈവിക സാന്നിധ്യത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന ഒന്ന് ആണ് എന്ന് ഒന്നാമത് നാം മനസ്സിലാക്കുക. 1 യോഹന്നാൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളെ വിട്ട് ഓടുവീൻ എന്നുള്ളതാണ്. പ്രണയത്തിൻ്റെ രൂപത്തിൽ കടന്നു വരുന്ന ഈ ഭ്രാന്ത് പ്രത്യക്ഷത്തിൽ
കുഴപ്പം ഇല്ലാത്ത നിലയിൽ ആണ് എങ്കിലും അത് നമ്മെ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒന്ന് ആണ് എന്ന് നാം മനസ്സിലാക്കുക. ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് മാത്രമല്ല, ദൈവവചനത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്നുമുള്ളതായ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയും വ്യക്തി കേന്ദ്രീകൃതമായ ചിന്തയിൽ നാം നിപതിക്കുകയും ചെയ്യുവാൻ ഇടയായി തീരും. അതായത് ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുവാൻ കഴിയാതെ ആയിത്തീരുന്നു. ഇത് നമ്മളെ എന്താ ചെയ്യിക്കുന്നതെന്നറിയാമോ? ആ വ്യക്തിയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അവരും നമ്മളും മാത്രമുള്ളതായ സ്വകാര്യ നിമിഷങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും ഇടയാക്കുന്നു. ഇത് വളരെയധികം ദോഷം ചെയ്യുന്നതായ ഒരു ചിന്തയാണ് എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ ദൈവമക്കളിൽ ആരെങ്കിലും ഇങ്ങനെയുള്ളതായ പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ എങ്ങനെ അവരെ മടക്കി കൊണ്ടുവരാം അഥവാ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാം എന്ന് നാം ചിന്തിക്കുമ്പോൾ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യമാണ്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ദൈവത്തിങ്കലേക്ക് തിരിയുക, ദിവസവും പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഇതിലൂടെ നിങ്ങളുടെ പഴയ ആത്മീക അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് പ്രബോധിപ്പിക്കുന്നത് ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, തീവ്രമായ മോഹം നമ്മളെ തെറ്റായ ആശയിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതായത് ഇത് ഉപയോഗിച്ച് സാത്താൻ നിങ്ങളെ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുവാൻ ഇടയായിത്തീരും എന്നുള്ളതായ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. 2 കൊരിന്ത്യരുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിൽ പൗലോസ് കൊരിന്ത്യരോട് പറയുന്ന വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നാം വായിക്കുന്നത് നല്ലതാണ്. അവിടെ പറയുന്നത്: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അഗാധമായ അഭിനിവേശം പലപ്പോഴും തെറ്റായ ജീവിതത്തിലേക്ക് നയിക്കുകയും അങ്ങനെ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾ അവർ തേടുകയും അത് ലഭിക്കുമ്പോൾ അവർ വളരെ സന്തോഷവാന്മാരായി തീരുകയും ചെയ്യും എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നൽകുന്നത് ക്രിസ്തു എന്ന ഏക പുരുഷനും നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതിനുശേഷം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: ഉപായത്താൽ ചതിച്ച് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങൾ മാറിപ്പോകുമോ എന്നുള്ളതായ ഭയം ഉളവാക്കുന്നു. ഇതുപോലെ തന്നെയാണ് പ്രണയഭ്രാന്ത് എന്ന് പറയുന്നതായ ഈ സാതാന്യ തന്ത്രം വ്യക്തികളിൽ പ്രവർത്തിക്കുന്നത്. അതായത് ഒരു യാഥാർത്ഥ്യവുമില്ലാത്തതായ ചില സ്വപ്നങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകുവാനിടയാകും ഇങ്ങനെയുള്ള പ്രണയഭ്രാന്തിന് അകപ്പെട്ടാൽ. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം ഇതിനുള്ള പരിഹാരമായി
പറയുന്ന ഒരു വാക്യം, ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് നാം ദൈവിക വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അതിനായി കാത്തിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രിസ്തു എന്ന ആ ഏകപുരുഷന് നിർമ്മല കന്യകയായി വേർതിരിക്കപ്പെട്ട നാം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വ്യതിചലിക്കുവാനായിട്ട് ഇടയായി തീരരുത് എന്നുള്ളതാണ്. വേറൊരു വചനം കൊളോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എല്ലാം വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ നല്ല ഒരു ദൈവത്തിൻ്റെ തിരുവചനമാണ്. ദൈവമക്കൾ എല്ലായ്പ്പോഴും അവരുടെ ഹൃദയത്തിൽ ഈ വചനം നമ്മൾ ഓർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുമാത്രമല്ല, ഇതുപോലുള്ളതായ ദൈവിക വചനങ്ങൾ മനഃപ്പാഠമാക്കുകയും അത് ഉറക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്താൽ അവസാനം ഒരു കാര്യം ഞാൻ പറയാം, സത്യം ജയിക്കുവാനായിട്ട് ഇടയായി തീരും എന്നുള്ള, അതായത് തെറ്റായ ആശയങ്ങളിലേക്കും തെറ്റായ വാഗ്ദാനങ്ങളിലേക്കും നമ്മൾ വീണുപോകാതെ ക്രിസ്തു എന്നതായ ഏകപുരുഷൻ്റെ നിർമ്മല കന്യകയായി മുൻപോട്ട് ജീവിക്കുവാൻ നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാരണം ഇത് ചെയ്യുന്നത്, ഇത് ദൈവിക സമാധാനത്തെയും നമ്മളെക്കുറിച്ചുള്ളതായ ദൈവിക പദ്ധതികളെയും നശിപ്പിക്കുന്ന ഒന്നാണ് ഈ പ്രണയഭ്രാന്ത് അല്ലെങ്കിൽ തീവ്രമായ മോഹം എന്നുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ അവിടെ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തീവ്രമായ അഭിനിവേശം നിങ്ങളിൽ സമാധാനക്കേടും ഒറ്റപ്പെടുത്തലും അനുഭവിക്കുന്നു എന്നുള്ളതായ തോന്നൽ ഉളവാക്കുവാൻ ഇടയായിത്തീരും. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നത് ഒന്നല്ല. തീവ്രമായ ആഗ്രഹം നിങ്ങളിൽ കടന്ന് സാത്താൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിട്ട് നിങ്ങളുടെ സമാധാനത്തെ എടുത്തു കളയുവാനായിട്ട് ഇടയായിത്തീരും. ദൈവിക സമാധാനം അതുവരെയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭരിച്ചിരുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനും അത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ ിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ളതായ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സാത്താൻ കൊണ്ടുവന്നിടുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. കാരണം ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സാത്താൻ്റെ ലക്ഷ്യം ആ പദ്ധതിയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ആശകളും ആവശ്യമില്ലാത്തതായ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പിശാച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവിക സമാധാനം എടുത്തു കളയുമ്പോൾ ആ ദൈവിക പദ്ധതിയിൽ നിന്ന് തന്നെ നമ്മൾ വ്യതിചലിക്കുവാനിടയായിത്തീരുന്നു. ഇത് എന്ത് ചെയ്യുന്നറിയാമോ? സാത്താൻ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. ഇത് വൈറസ് ഒന്നാണ്. കാലക്രമേണത്തിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇത് നമ്മുടെ ജീവിതത്തെ പിടിച്ചടക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം സമാധാനം ഇല്ലാത്തവരായി തോന്നൽ ഉളവാക്കി നാം ദൈവത്തെയും ദൈവവചനത്തെയും ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ പുറകെ പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ 6-7 വാക്യങ്ങളിൽ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ
കാക്കപ്പെടും എന്നുള്ളതാണ്. പ്രിയമുള്ള ദൈവജനമേ, നാം എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിക്കേണ്ട ഒന്നാണ്. എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിക്കുക. ദൈവം നമ്മെ പുലർത്തുവാൻ ശക്തനാണ് എന്നുള്ളതായ കാര്യങ്ങൾ നാം തിരിച്ചറിയുക. അപ്പോൾ ഈ പ്രണയഭ്രാന്ത് അഥവാ തീവ്രമായ മോഹം, അഭിനിവേശം എന്ന് പറയുന്നതായ ഈ സാത്താന്യ തന്ത്രങ്ങളിൽ നമ്മുടെ തലമുറകൾ വീണുപോകാതിരിക്കുവാൻ അവരെ ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തെ കരുതലോടുകൂടെ മുന്നിൽ പ്രവർത്തിച്ച് നാം വിജയപ്രദമാകുന്ന ഒരു നല്ല തലമുറകളെ വാർത്തെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.